നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യമായിട്ട് തന്നെയാ ബാലേന്ദ്ര. വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം കൂടാ. ബാലേട്ട, കളക്ടർ മാഡം നമ്മുടെ കൂടെ കൂടുക എന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ലേ? എന്തിനും ഏതിനും ശാലിനി സഹായിക്കാനുണ്ടെന്ന് കരുതി കുറെ ഞെളിഞ്ഞതല്ലേ ശവങ്ങള്. അവളുമാരുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം നടു റോട്ടി പിച്ചെടുക്കുന്നതേ എനിക്ക് കാണണം. അപ്പോ ബാലേട്ട, കാര്യമായിട്ട് എന്തെങ്കിലും തടയാനുള്ള സാധ്യത ഉണ്ടല്ലോ? എനിക്ക് മാത്രോ? നമുക്കെല്ലാവർക്കും ഒരു ഓണം ബമ്പർ അടിച്ചെന്ന് കൂട്ടിക്കോ. അതല്ലേ പറഞ്ഞത്, ഏവൻ ഇനി രാജാവാണെന്ന്. രാജാവ്. ഓ, ബാലേട്ടനൊന്നും തടയാത്ത പോലെ. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ രാജാവാണെങ്കി ഞാൻ ചക്രവർത്തി. ഈ കോടികളും കൂടി എന്റെ കയ്യിലേക്ക് വന്ന് കേറിയ ബാലൻ തന്നെ പിന്നെ പിടിച്ചാ കിട്ടില്ല. ബാലേട്ട, ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ചേട്ടന് കിട്ടുന്ന സ്ഥിതിക്ക് ചെലവിതൊന്നും പോരാതെ വരും. അലക്സ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നേ ഒന്നിനൊരു കുറവുണ്ടാവില്ലടാ. ആഘോഷിക്കേണ്ട ദിവസമാ ഇന്ന്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഇന്നിവിടെ എത്തും. ദേ ആ ഗേറ്റില്. ആരാ? ബോർഡ് കണ്ടിട്ട് മനസ്സിലായില്ലടോ, ജില്ലാ കളക്ടർ. ഓ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ശ്രദ്ധിച്ചല്ലോ. ആ ഗേറ്റും തുറക്ക്. എന്തിനാ തുറക്കുന്നേ? വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയിട്ടിരിക്കുകയാണോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണല്ലോ. അതിനാ ഗേറ്റ് തുറക്കാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ തുറക്കാനേ നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്ന മോലാളിയൊന്നും അല്ലല്ലോ. ഇതേ ബാലേന്ദ്രൻ സാറിന്റെ വീടാ. സാറ് പറയാ ദൈവം തമ്പുരാനാണെ പോലും അകത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എടോ വിവരദോഷി, തന്റെ തലയ്ക്കുള്ളിൽ ആൾതാമസം ഇല്ലേ? ജില്ലാ കളക്ടറെ കാറിനുള്ളില് ജില്ലാ മജിസ്ട്രേറ്റ്. താൻ അഴിയെണ്ണും പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഓ, എവരാണോ? എവരുടെ വിശേഷം കുറച്ചു മുമ്പ് വരെ ഞാൻ മൊബൈലിൽ കണ്ടോണ്ടിരുന്നത്. എവര് സസ്പെൻഷനാവാൻ പോവല്ലേ? പല്ലും നഖവും പോയ പുലിയെ ആര് പേടിക്കാന്? തന്നോട് മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാനാ പറഞ്ഞത്. വാറണ്ടുണ്ടോ? ഉണ്ടേ കൊണ്ടുവാ. അപ്പൊ ആലോചിക്കാം ഗേറ്റ് തുറക്കണോ വേണ്ട എന്നുള്ള കാര്യം. മാഡം, നമുക്കൊരു അബദ്ധം പറ്റി. പോലീസിനെ കൂട്ടിയായിരുന്നു വരേണ്ടിയിരുന്നത്. പോലീസ് നമുക്ക് മുമ്പേ അല്ല അനുപൽവി, പിന്നാലെയാ വരേണ്ടത്. മോളെ ഒരു നിമിഷം. ഗേറ്റ് തുറക്ക്. തനിക്കെന്നോടോ മലയാളം പറഞ്ഞാൽ മനസ്സിലാ? തുറക്കണേ ഗേറ്റ്. എവനെയൊക്കെ തല്ലി മോളുടെ കൈ നാറ്റിക്കണ്ട. എനിക്ക് മക്കളുള്ളത് മോളെ, അത്രയ്ക്ക് ചങ്ക് പൊള്ളിയിട്ടാ. അല്ല ബാലേട്ട, കുട്ടികൾ കുറെ എണ്ണം ചാവും. ചേട്ടൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ചൈന കോളനിക്കാരും മൊത്തം തെരുവിലും ആകും. ഒന്നും രണ്ടുമല്ല, കുടുംബങ്ങൾ കുറെ ഉണ്ട്. അവരൊക്കെ പിന്നെ എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് വരട്ടെ. മുറികൾ ഇഷ്ടം പോലെ വെറുതെ കിടക്കുമല്ലേടാ. സുന്ദരികൾക്ക് മാത്രം സ്വാഗതം. അത് കലക്കി. ആരാ ബാലേട്ട അത്? ബാലേട്ട, ഒരു പെണ്ണാണല്ലോ.
ചേട്ടൻ പറഞ്ഞു വെച്ച കക്ഷികളിൽ ആരെങ്കിലും ആണോ? ബാലേട്ട, ഹ, നീ ചെന്ന് അവളെങ്കിൽ വിളിച്ചോണ്ട് വാടാ. ബാലേട്ട, ബാലേട്ട ആളാരാണെന്നറിയാതെ. ഹ, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഇങ്ങോട്ട് കടത്തി വിടുവാടാ. നീ ചെന്നേ അവളിങ്ങോട്ട് വിളിച്ചിട്ട് വാ. ആ, ഓ, നമ്മുടെ സെക്യൂരിറ്റി രാജനെ ആള് പുലിയ. എന്റെ സമ്മതം ഇല്ലാതെ ഒരു ഈച്ച പോലും ഈ വളപ്പിലേക്ക് കടക്കില്ല. ആ, സെക്യൂരിറ്റികളായ അങ്ങനെ വേണം. ഹ, നീ ചെല്ലടാ. എന്താടാ അവിടെ വായി നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. ബാലേട്ട, ഇത് അടാ ആരാണെങ്കി എന്താടാ, കൂട്ടിക്കൊണ്ട് വാ ഇങ്ങ്. നമുക്കേ ഒരു കമ്പനി കൂടിയിട്ട് അങ്ങ് പോകാം. ആരാടിയത്? സുമതിയോ അതോ ശശികലയോ? നീ വരുന്നില്ലേ കമ്പനി കൂടാൻ? മാഡം, ഞാൻ അത് നീയും ഉണ്ടാവണം. നീയോ? അതെ ബാലേന്ദ്ര, ശാലിനി വിഷ്ണു. പാർട്ടി നടക്കട്ടെ. ഞാനൊരു സൗഹൃദ സന്ദർശനത്തിന് വന്നേ ഉള്ളൂ. നിങ്ങൾക്കത് തടസ്സമാവണ്ട. നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഏയ്, ഒരിക്കലുമല്ല. ബാലേന്ദ്രൻ പറയാറില്ലേ പൊളിറ്റിക്സ് ഒരു ഗെയിമാണെന്ന്. ഗെയിം ആവുമ്പോ ഒരാൾ ജയിക്കും, മറ്റേയാൾക്ക് തോറ്റല്ലേ പറ്റൂ. എന്ന് കരുതി തോറ്റയാൾക്ക് ജയിച്ചയാളോട് പകയോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. ജയിക്കാൻ മിടുക്ക് കാണിച്ച ആളെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാ ഞാനിപ്പോ വന്നത്. നീ കാര്യമായിട്ട് പറയണോ? കാര്യമായിട്ട് തന്നെയാ ബാലേന്ദ്ര. വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം കൂടാ. ബാലേട്ട, കളക്ടർ മാഡം നമ്മുടെ കൂടെ കൂടുക എന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ലേ? ഇങ്ങോട്ടിരിക്കാം മാഡം. മാഡം അപ്രതീക്ഷിതമായി കയറുമെന്ന് കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.